ഒരു കുഞ്ഞ് ഏതൊരാൾക്കും വലിയ പുതിയ പ്രതീക്ഷയാണ്. മറ്റൊരു തലമുറയെ സൃഷ്ടിക്കാനായാലും കൊഞ്ചിച്ചും ലാളിച്ചും പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർക്കിടയിലുള്ള സ്നേഹത്തിന്റെ പ്രതിബിംബമായോ വാഗ്ദാനമായോ ഒരു കുഞ്ഞ് എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു കാലഘട്ടം വരെ വന്ധ്യത ഒരു മാറാവ്യാധി എന്ന് തന്നെയായിരുന്നു. ചികിത്സിക്കാനോ പരിഹരിക്കാനോ കഴിയാതെ ജീവിതകാലം മുഴുവൻ പഴി കേൾക്കേണ്ട, അതല്ലെങ്കിൽ സ്വയം വേദനിക്കേണ്ട ഒന്നായിരുന്നു ആ അവസ്ഥ. എന്നാൽ കാലം മാറി, ശാസ്ത്രം പുരോഗമിച്ചതോടെ വന്ധ്യത ഒരു തരത്തിൽ പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റാനുള്ള ചികിത്സയും അതിനൂതന സർജറികളും ഇന്ന് ലഭ്യമാണ്. ഇനി ചികിത്സയിലൂടെ ഗർഭം ധരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വാടക ഗർഭധാരണം അഥവാ സരോഗസിയും നിലവിലുണ്ട്. ബീജവും അണ്ടവും കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാനും കൃത്രിമ ഗർഭധാരണ വഴികൾ സ്വീകരിക്കാനും കഴിയുന്ന തരത്തിൽ ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞു. ശാസ്ത്രത്തിന്റെ ഈ വളർച്ച കുറച്ചൊന്നുമല്ല ദമ്പതികൾക്ക് ആശ്വാസമായത്. സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞ് എന്ന സ്വപ്നം പലരും സാക്ഷാത്കരിച്ചത് ഇത്തരം മാർഗങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഇത്തരം നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഫലപ്രാപ്തി കണ്ട ഒരു യുവാവിന്റെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതിജീവിച്ചത് ഒരു ചെറിയ വന്ധ്യതാ സാഹചര്യത്തെ അല്ല. 18-ാം വയസ്സിൽ വൃക്ഷണാർബുദ ബാധിതനായ യുവാവിന് ചികിത്സയുടെ ഭാഗമായി അയാളുടെ വൃഷണങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നു. 2016-ൽ വൃഷണാർബുദം ബാധിച്ച് ചികിത്സ തുടങ്ങുന്നതിന് മുൻപാണ് യുവാവ് സമത് ആശുപത്രിയിൽ ബീജം ശീതീകരിച്ച് സൂക്ഷിക്കുക എന്ന നിർണായക തീരുമാനമെടുത്തത്. വൃഷണാർബുദമായതിനാൽ അവയവം നീക്കം ചെയ്യേണ്ടി വരുമെന്ന് RCCയിലെ ഡോക്ടർമാർ അന്നേ പറഞ്ഞിരുന്നു. ശസ്ത്രക്രിയയും കീമോതെറാപ്പിയും പൂർത്തിയാക്കി രോഗമുക്തി നേടിയ യുവാവ് പിന്നീട് വിവാഹിതനാവുകയും ചെയ്തു. തുടർന്നാണ് ശീതീകരിച്ച് സൂക്ഷിച്ച ബീജം ഉപയോഗിച്ച് ചികിത്സയിലൂടെ കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. 9 വർഷമായി ശീതീകരിച്ച് സൂക്ഷിച്ചിരുന്ന ബീജത്തിൽ നിന്നുമാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. പാറ്റൂർ സമത് ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് കുഞ്ഞ് ജനിച്ചത്. യുവാവിന്റെ ബീജം -196°C ശീതീകരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. 10 വർഷം വരെ ബീജം സൂക്ഷിക്കുന്നതിന് നിയമപരമായ അനുമതികൾ ആവശ്യമില്ല. എന്നാൽ കൂടുതൽ കാലം സൂക്ഷിക്കണമെങ്കിൽ നാഷണൽ ബോർഡിന്റെ അനുമതി വേണം. ഇങ്ങനെയുള്ള വാർത്തകൾ ഇത്തരം ചികിത്സകൾ ചെയ്യുന്നവർക്ക് വലിയ പ്രതീക്ഷയാണ് തരുന്നത്. ക്യാൻസർ പോലെയുള്ള മഹാവ്യാധികൾ പിടിപെട്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടമായവർക്ക് പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പുത്തൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു എന്നുള്ള തിരിച്ചറിവ് വലിയ മാറ്റമുണ്ടാകും. ശാസ്ത്രം പുരോഗമിക്കുന്നത് വഴി ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വൻ കുതിച്ചുചാട്ടം മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന തരത്തിൽ മാറുന്നത് ഭാവിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ പ്രതീക്ഷയ്ക്ക് വലിയ കൈമുതൽ ആവുക തന്നെ ചെയ്യും.